ഹലോ എവ്രി വൺ. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 2ന്റെ ടൈറ്റിൽ ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്. ഇതിൽ മൊത്തം 4 യൂണിറ്റ് ആണ് വരുന്നത്. അതിലെ ആദ്യത്തെ യൂണിറ്റ് ആയ ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫംഗ്ഷൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ വരുന്ന ടോപ്പിക് greetings, introducing oneself and others, extending invitations, accepting, declining invitations, taking love, small talk. അതിന്റെ സബ് ടോപ്പിക് ആയിട്ട് ടോക്കിംഗ് അബൌട്ട് ദ വെദർ, പേഴ്സണൽ മാറ്റേഴ്സ്, ഫുഡ്, എന്റർടൈൻമെന്റ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ടോപ്പിക് ആണ്. നിങ്ങൾക്കിത് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ടോപ്പിക് ആണ്. നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പം ഇതിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാഷ്വൽ കോൺവെർസേഷൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ നമ്മളെ തന്നെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാം, പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു കോൺവെർസേഷൻ നിർത്തിയിട്ട് എങ്ങനെ പോകാം, പിന്നെ എ ആൻഡ് ഒ എന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് പഠിക്കുന്നത്. നമുക്കറിയാം പ്രീവിയസ് യൂണിറ്റിൽ അല്ലെ പ്രീവിയസ് ബ്ലോക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഈ ഒരു യൂണിറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഒരു ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കാഷ്വൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ കൊളീഗ്സ് അല്ലെ ക്ലാസ്മേറ്റ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു ഇടപെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അത് കാഷ്വൽ ടോക്കിംഗ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ കൂടെയുള്ള ടിപ്സ് നമ്മളെ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷന് പ്രിപ്പയർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഓരോ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം നമുക്ക് യൂഷ്വൽ ആയിട്ട് കോമൺ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ്, എങ്ങനെ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ബാക്കിയൊന്ന് വായിക്കണം. അപ്പൊ ഫസ്റ്റ് ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് എന്നാണ്. ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഭിവാദ്യം. നമ്മൾ യൂഷ്വലി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആൾക്കാരെ ഒന്ന് ഗ്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പഴയ രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ കുറെ നാളുകൾക്ക് ശേഷം കാണുവാണ്. അപ്പം ആദ്യമേ ഇവിടെ ആദ്യത്തെ സ്പീക്കർ എന്താണ് അഡ്രസ് ചെയ്യുവാണ്, ഹലോ രാജ്. അപ്പം ഹലോ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ രാജിനെ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഹലോ എന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ഒരു കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ തമ്മിൽ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നു, കുറെ നാളുകൾക്ക് കൂടി കണ്ടതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നു, ലൈക്ക് അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ വന്ന മാറ്റമൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടോണം ബട്ട് ഫസ്റ്റ് ടീ ഓർ കോഫി. അപ്പം ഇത്രയും ജസ്റ്റ് തുടക്കത്തിലെ ആ ഒരു സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആള് ചോദിക്കുവാണ്, ഓക്കെ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ടീ ആണോ കോഫി ആണോ? ഓക്കെ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഹാഫ് സെന്റൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് ഫസ്റ്റ് ടീ ഓർ കോഫി എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ യു ഹാവ് ടീ ഓർ കോഫി? ഓക്കെ, കോഫി ആണോ ടീ ആണോ വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ ഹാഫ് സെന്റൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇൻഫോർമൽ സ്പീച്ചിൽ നമ്മൾ യൂഷ്വലി ഹാഫ് സെന്റൻസസും ഫ്രേസസും ഒക്കെ ആയിരിക്കും സ്പീക്കർ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ജെസ്റ്റേഴ്സിൽ നിന്നുമാണ് കംപ്ലീറ്റ് മീനിങ് നമുക്ക് ലിസണർ പിടിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രീറ്റിംഗിന്റെ ആദ്യത്തെ പോർഷനിൽ നമുക്ക് മനസ്സിലായി ഹലോ എന്നത് കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് ആണ്. പിന്നെ ഈ ഹലോയ്ക്ക് തന്നെ പല രീതിയിലുള്ള വേരിയേഷൻ വരാം, അതായത് ടോണിൽ പല രീതിയിലുള്ള വേരിയേഷൻ വരാം. സ്പീക്കറും ലിസണറും തമ്മിലുള്ള അല്ല സ്പീക്കർ ആരുമായിട്ടാണോ ഇടപെടുന്നത് അവരുമായിട്ടുള്ള ഒരു ഇന്റിമസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സമയത്തെയും ഈ ഹലോയുടെ ടോൺ. അതും നമ്മുടെ കോൺവെർസേഷനെ ഒത്തിരി ബാധിക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ഹലോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ഇന്റിമസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇൻഫോർമൽ സ്പീച്ചിൽ എപ്പോഴും എന്താണ് ഹാഫ് സെന്റൻസസും ഫ്രേസസും ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്പീക്കറും ലിസണറും ഫേസ് ടു ഫേസിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി കോൺവെർസേഷന്റെ കംപ്ലീറ്റ് മീനിങ് ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ജെസ്റ്റേഴ്സിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ ഇനി വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ലൈബ്രറിയനും ഒരു ലൈബ്രറി മെമ്പറും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അപ്പം ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാം ഈ ലൈബ്രറിയന്റെ ടോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആണ്. ലൈബ്രറിയൻ സംസാരിക്കുന്നത് കണ്ടോ, ഹൗ ആർ യു ദിസ് മോർണിംഗ് സാർ, എന്താണ് കുറച്ചുകൂടെ റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് മെമ്പർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഭയങ്കര ഓവർ ഫ്രണ്ട്ലി അല്ല, എന്നാൽ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ഓൾ റൈറ്റ് താങ്ക് യു ആൻഡ് ഹൗ ആർ യു, ഓക്കെ ചോദിച്ചതിന് നന്ദി, എങ്ങനെയുണ്ട്, ഓക്കെ ലൈബ്രറിയൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഹൗ ആർ യു എന്നുള്ളത് എന്താണ് റെസ്പോണ്ട് ചെയ്തേക്കുന്നത്, ഹൗ ആർ യുന് ലൈബ്രറി മെമ്പർ റെസ്പോണ്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ഓൾ റൈറ്റ് താങ്ക് യു ഓർ മോർ കോമൺലി ഫൈൻ താങ്ക് യു. ഇത് ഇതിനെ ഫോളോ ചെയ്തെന്താണ് പിന്നെ ഹൗ ആർ യു എന്ന് ചോദിക്കാം. ഓക്കെ ഒരാൾ ഹൗ ആർ യു ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഫൈൻ ആണ്, ഓക്കെ ചോദിച്ചതിന് നന്ദി എന്ന് ചോദിച്ചിട്ട് മറ്റേ ആളുടെ നമുക്ക് ക്ഷേമവും അന്വേഷിക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഫോർമൽ ആണ്. എന്നാൽ മീൻസ് ഇൻഫോർമൽ സിറ്റുവേഷൻ തന്നെയാണ് ഈ ലൈബ്രറിയനും ലൈബ്രറി മെമ്പറും തമ്മിലുള്ള ഒരു കാഷ്വൽ കോൺവെർസേഷൻ ആണ്. പക്ഷെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ഒരു പൊളൈറ്റ്നെസ്സും ഒരു റെസ്പെക്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് കണ്ടോ, ഇനി വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ഫോർമൽ എക്സ്ചേഞ്ച് ആണ് രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ. ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹത്ത, ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി. അപ്പം ഈ ഹൗ ഡു യു ഡു എന്ന് പറയുന്നതും ഒരു കോമൺ ഗ്രീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ കണ്ടു ഹലോ എന്ന് പറയുന്നത് ഒരു കോമൺ ഗ്രീറ്റിംഗ് ആണ്. പിന്നെ പറയുമ്പോഴത്തേക്ക് ഹൗ ആർ യു എന്നുള്ളത് ഒരു കോമൺ ഗ്രീറ്റിംഗ് ആണ്. മൂന്നാമത്തതാണ് ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ഒരിക്കലും ക്വസ്റ്റ്യൻ അല്ല. ഹൗ ഡു യു ഡു എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈൻ താങ്ക് യു എന്നല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, തിരിച്ച് ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഹൗ ഡു യു ഡു മിസ്റ്റർ മെഹത്ത എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹൗ ഡു യു ഡു മിസ്റ്റർ ത്രിവേദി എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗ്രീറ്റിംഗിൽ നമ്മൾ ഫസ്റ്റ് കണ്ട എന്താണ്, ഹലോ എന്ന ഗ്രീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് ഹലോ എന്ന് പറയുന്നത്. ഈ ഹലോ എന്ന ഇതിന്റെ വേർഡിന്റെ ടോണിൽ വേരിയേഷൻ വരാം. അതായത് രണ്ടുപേര് ആ സംസാരിക്കുന്ന രണ്ടുപേര് തമ്മിലുള്ള ഇന്റിമസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ടോൺ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഹൗ ആർ യു എന്ന് പറയുന്ന വേറൊരു ഗ്രീറ്റിംഗ് ആണ്. ഹൗ ആർ യു ചോദിക്കുമ്പോൾ എന്താണ്, ഒന്നെങ്കിൽ ഫൈൻ താങ്ക് യു എന്ന് ചോദിക്കാം, എന്നിട്ട് എന്താ ഫൈൻ താങ്ക് യു ചോദിച്ചിട്ട് ആ ചോദിച്ച ആളോടും എങ്ങനെയുണ്ട് സുഖമാണോ ഹൗ ആർ യു നമുക്ക് തിരിച്ചു ചോദിക്കാം. പിന്നെ ഉള്ള ഒരു കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് ആണ് ഹൗ ഡു യു ഡു എന്നുള്ളത്. ഹൗ ഡു യു ഡു എന്നുള്ളത് ഒരിക്കലും ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ നമ്മൾ ഹൗ ഡു യു ഡു ചോദിക്കുമ്പോൾ എന്താണ് ഫൈൻ താങ്ക് യു എന്നല്ല പറയേണ്ടത്, തിരിച്ച് ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത്. ഇനി വേറൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഹായ്, hello. Why? What's the matter? Nothing. Come on, get it off your chest. Thanks. It's nothing really. അപ്പം ഈ ഒരു കോൺവെർസേഷൻ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം. ഹായ് ചോദിക്കുമ്പോഴത്തേക്ക് അടുത്ത ആള് സെക്കൻഡ് സ്പീക്കർ ഹലോ കുറച്ച് സ്റ്റിഫ് ആയിട്ടാണ് പറയുന്നത്. ഈ ഫുൾ കോൺവെർസേഷൻ വായിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഒരു കോൺവെർസേഷൻ ഓപ്പൺ അല്ല, ഈ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ അല്ല. ഫസ്റ്റ് സ്പീക്കർ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴും എന്താണ് സെക്കൻഡ് സ്പീക്കർ അത് പറയാൻ റെഡി അല്ല. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു കോൺവെർസേഷൻ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും സെക്കൻഡ് സ്പീക്കർ എന്താണ് സംസാരിക്കാനുള്ള ഒരു നല്ല മൂഡിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തത്. പിന്നെ പറയുന്നത് ഹലോ എന്ന് പറയുന്നത് ഹായ് വെച്ച് നോക്കുമ്പോൾ ലെസ് ഇൻഫോർമൽ ആണെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ എന്താണ് ഹലോ വരുമ്പോഴത്തേക്ക് ഫോർമൽ ആണ്. നമ്മൾ യൂഷ്വലി ക്ലോസ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഹായ് ആണ് യൂസ് ചെയ്യാറ്. ഹായ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ എന്താ കുറച്ച് പ്രായമുള്ള ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ നമ്മുടെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്നവരെ കാണുമ്പോഴോ നമ്മൾ ഹായ് വെച്ചിട്ട് ഗ്രീറ്റ് ചെയ്യാറില്ല, ഹലോ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഹലോ എന്ന് പറയുന്ന എന്താണ് ഹായ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹലോ എന്ന് പറയുന്ന എന്താണ് ഫോൺ കോൾ വരുമ്പോഴാണ്, ടെലിഫോൺ കോളിലാണ് നമ്മൾ യൂഷ്വലി എന്താണ് ഹലോ വെച്ച് സംസാരിക്കുന്നത്. പിന്നെ ഹലോയുടെ തന്നെ പല വേരിയേഷൻ ആണ്. ഹലോ, ഹലോ, ഹലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല രീതിയിൽ ടോണിൽ വേരിയേഷൻ വരുത്തി നമുക്ക് സംസാരിക്കാം. പിന്നെ വേറെ ടൈപ്സ് ഓഫ് ഗ്രീറ്റിംഗ്സ്. അപ്പൊ നമ്മൾ ഹലോ കണ്ടു, ഹൗ ആർ യു കണ്ടു, പിന്നെ ഹൗ ഡു യു ഡു കണ്ടു, പിന്നെ ഒരു എന്താണ് ഹായ് വെച്ച് ഒരാൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഹലോ വെച്ചിട്ട് സംസാരിച്ച് കുറച്ച് സ്റ്റിഫ് ആയിട്ട് സംസാരിച്ച് എന്താണ് ഒരു സംസാരിക്കുന്നത്, അതായത് ഒരു ഓപ്പൺ അല്ലാത്ത ഒരു കോൺവെർസേഷൻ കണ്ടു. പിന്നെ ഹലോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ് ഫോർമൽ ആണ്. പിന്നെ നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഹായ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹായ് ഒരിക്കലും നമ്മളുടെ ഓൾഡർ പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുമായിട്ടൊന്നും സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹായ് യൂസ് ചെയ്യാറില്ല.
പിന്നെ വേറെ വേസ് ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് മോർണിംഗ് വെച്ചിട്ട് ഗ്രീറ്റ് ചെയ്യാം. അപ്പൊ ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്ക് തിരിച്ച് സെക്കൻഡ് സ്പീക്കർ അതിന് മറുപടി ആയിട്ട് എന്താണ് മോർണിംഗ് എന്നേ പറയത്തുള്ളൂ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗുഡ് മോർണിംഗ് എന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല, ഹാഫ് എ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, മോർണിംഗ് എന്നേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. പിന്നെ ഗുഡ് ഈവനിങ് നമുക്ക് ഗുഡ് ഈവനിങ് എന്നുള്ള ഇത് വെച്ച് ഗ്രീറ്റ് ചെയ്യാം. പിന്നെ നൈസ് ടു സീ യു, ഹലോ seeing you after a long time, nice to see you after so long, hi it seems ages since we met, how are you, delighted to see you. അപ്പം ഇതൊക്കെ എന്ന് പറയുന്ന കോമൺ വേ ഓഫ് ഗ്രീറ്റിംഗ്സ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഗ്രീറ്റിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് 5 ഗ്രീറ്റിംഗ്സ് ഇവിടെ എഴുതാനാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് അതിൽ നിന്നാണെങ്കിലും കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു 5 ഗ്രീറ്റിംഗ്സ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്, നമ്മളെ തന്നെ എങ്ങനെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മളെ തന്നെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ നിങ്ങളെ തന്നെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഐ ആം വിനിത ശുക്ല, ഹൗ ഡു യു ഡു, ഹലോ ഐ ആം നരേഷ് ത്രിപാഠി ഫ്രം കൺവൻസീസ്, നൈസ് ടു മീറ്റ് യു. അപ്പം വിനിത ശുക്ല എന്താണ് അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നരേഷ് ത്രിപാഠി അപ്പം തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഓക്കെ ഞാൻ നരേഷ് ത്രിപാഠി ആണ്. നരേഷ് ത്രിപാഠി എന്നാണ് അദ്ദേഹം എന്ന കമ്പനിയാന്ന് തോന്നുന്നു, കൺവെൻസീസിൽ നിന്നാണെന്ന് കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഹാവ് യു മെറ്റ് ബിഫോർ, ഐ ആം രേണു വയസ്. ഓക്കെ അപ്പം രേണു വയസ്സിന് തോന്നി ആ കണ്ട ആളെ എവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, ഞാൻ രേണു വയസ് ആണ്. ഓക്കെ തരുൺ ജോർജ്, ഐ ഹാവ് എ വാഗ് ഫീലിംഗ് വി ഹാവ് മെറ്റ് സംവെയർ. അപ്പം തരുൺ ജോർജ് റെസ്പോണ്ട് ചെയ്യും, ഞാൻ തരുൺ ജോർജ് ആണ്, എനിക്കും തോന്നുന്നു നമ്മൾ എവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം അടുത്ത ആൾ സംസാരിക്കുവാണ്, വാസ് ഇറ്റ് അറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഓക്കെ അത് ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചാണോ കണ്ടത്, ഒരു സംശയം ചോദിക്കുവാണ്. അപ്പം ദാറ്റ്സ് റൈറ്റ് ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ദെയർ 2014-2016. അപ്പം ആള് പറയാണ് അതെ ഞാൻ അവിടെയാണ് മാസ്റ്റേഴ്സ് ചെയ്തത് 2014-16 ആ ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ദാറ്റ്സ് ഇറ്റ് ദെൻ ഐ വാസ് ഡൂയിങ് മൈ റിസർച്ച് ദെയർ സെയിം ടൈം. അപ്പം ഇവരെന്താണ് ഇവർ ഇതിനു മുമ്പ് കണ്ടത് എവിടെയാണെന്ന് അവർക്ക് പിടികിട്ടി. ഓക്കെ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആ ഒരു സെയിം ടൈമിൽ ഞാൻ അവിടെ റിസർച്ച് ചെയ്യുമായിരുന്നു. അപ്പം ഇത് വേറൊരു രീതിയിൽ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്, അതെന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരാളുമായിട്ട് സംസാരിക്കുന്നതാണ്. ഐ ആം സുധീർ ഷാ, കം ഫോർ ദ ഇന്റർവ്യൂ. ഓക്കെ ഞാൻ സുധീർ ഷാ ആണ്, ഇന്റർവ്യൂവിന് വന്നാണോ, യെസ് അപ്പം ഞാനും ഇന്റർവ്യൂവിന് വന്നാണ്. സെക്കൻഡ് സ്പീക്കർ പറയാണ് ഞാനും ഇന്റർവ്യൂവിന് വന്നാണ്. മൈ നെയിം ഇസ് ദിന വക്കീൽ, യു ആർ ഫ്രം. അപ്പം ഫസ്റ്റ് സ്പീക്കർ പറയും സൂരറ്റ്, ആൻഡ് യു വഡോദര, ആർ വി ടു ഏർലി, ഇറ്റ്സ് ബെറ്റർ ദിസ് വേ ദാൻ ലേറ്റ്, ഐ എഗ്രി. ഓക്കെ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മളെ തന്നെ വേറൊരാളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേസ് ആണ്. ആൻഡ് ഈ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും നമ്മളെ തന്നെ മിസ് ഓർ മിസ്റ്റർ അല്ലെ ഡോക്ടർ വെച്ചിട്ട് റെഫർ ചെയ്യരുത്. അതായത് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരാളെ അഭിസംബോധന ചെയ്യരുത്. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മിസ്റ്റർ സുധീഷ അങ്ങനെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ പേര് മാത്രമേ പറയാവുള്ളൂ. ആം ഐശ്വര്യ അംബാസ്, ഇപ്പൊ എന്റെ പേരാണ് ആം ഐശ്വര്യ അംബാസ്, അങ്ങനെ പറയാവുള്ളൂ. അല്ലാതെ മിസ്റ്റർ മിസ് അങ്ങനെയൊന്നും വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ യൂഷ്വലി കോൺട്രാക്റ്റഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഐ ആം എന്ന് പറഞ്ഞായിരിക്കത്തില്ല, ആം അങ്ങനെയായിരിക്കും. പിന്നെ മൈ നെയിം ഈസ് എന്നല്ല, മൈ നെയിംസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അതായത് കോൺട്രാക്റ്റഡ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് 5 കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് വേർബ്സും അതിന്റെ എക്സ്പാൻഡഡ് ഫോംസും എഴുതാനാണ്. അത് ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആം ഐ ആം എന്നുള്ളതിന് ആം എന്നും മൈ നെയിം ഈസ് എന്നുള്ളതിന് മൈ നെയിംസ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ 5 കോൺട്രാക്റ്റഡ് ഫോംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻസ്, അക്സെപ്റ്റിംഗ്, ഡിക്ലൈനിങ് ഇൻവിറ്റേഷൻസ്, ടേക്കിംഗ് ലവ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷനിൽ കൂടെ നമുക്ക് ഒരാളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം, ആ ഇൻവിറ്റേഷൻ നമുക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, ഇപ്പൊ വേറെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആ ഇൻവിറ്റേഷൻ എങ്ങനെ ഡിക്ലൈൻ ചെയ്യാം, പിന്നെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ആ കോൺവെർസേഷന്റെ ഇടയ്ക്ക് വെച്ച് എങ്ങനെ പോകാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എക്സാമ്പിളിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം
ഈ ഒരു കോൺവെർസേഷൻ നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോൺവെർസേഷനിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. ഇതിൽ എന്താണ് നമ്മുടെ തുടക്കവും ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇവന്റിന് വേണ്ടി ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നതും പിന്നെ ആ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതും ഡിക്ലൈൻ ചെയ്യുന്നതും പിന്നെ ഇടയ്ക്ക് വെച്ച് ആ സ്പീക്കർ പോകുന്നതും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് കെയർഫുൾ ആയിട്ട് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്പീക്കർ പറയുവാണ്, ഈസ് മിസ്റ്റർ ധവാൻ ദെയർ പ്ലീസ്. അപ്പൊ ഫസ്റ്റ് സ്പീക്കർ ചോദിക്കുക ഇവിടെ ദേവാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സെക്കൻഡ് സ്പീക്കർ പറയും, പ്ലീസ് ഡു കം ഇൻ. ഓക്കെ, അകത്തേക്ക് കയറി വാ. ഐ എം സോറി ടു ബാർജ് ഇൻ ലൈക്ക് ദിസ്. അപ്പം പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നതിന് എന്താണ് ഫസ്റ്റ് സ്പീക്കർ ഇവിടെ സോറി പറയുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ഇംപൊളൈറ്റ് ടു ബാർജ് ഇൻ ടു സമ്മൺസ് ഹൗസ് വിതൗട്ട് ഇന്റിമേഷൻ. In the first section, the visitor excuses himself for his unannounced visit and is welcomed by the hostess. Okay. അപ്പം ഈ ഒരു വിസിറ്റർ എന്താണ് അൺഅനൗൺസ്ഡ് ആയിട്ട് പറയാനാണ് ആ വീട്ടിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ അതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് സെക്ഷൻ നോക്കെ, ഹലോ ബോബ്, വാട്ട് എ സർപ്രൈസ്. അപ്പം എന്താണ് ബോബിനെയാണ് മിസ്റ്റർ ധവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സ്പീക്കർ അനൗൺസ് മീൻസ് അഡ്രസ് ചെയ്തത്. ദിസ് ഇസ് മൈ ആഫ്റ്റർനൂൺ റൗണ്ട് ഓഫ് റൺ, ഹൗ അബൌട്ട് ജോയിനിങ് മീ. അപ്പൊ കണ്ടോ, ബോബ് മീൻസ് ബോബ് എന്താണ് കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്പീക്കർ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ബോബ് എങ്ങനെയാണ് കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ബോബ് എന്താ പറയുന്നത്, ശരിക്കും ഞാൻ സർപ്രൈസ് ആയപ്പോ ഈ ആഫ്റ്റർനൂണിൽ ഞാൻ എന്താണ് എന്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് റബ് ഒക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം വന്ന ആള് പറയാണ്, ടു ഏർലി ഫോർ മീ. അപ്പൊ ബോബ് എന്നാണ് വന്ന ആളുടെ പേര്. അപ്പൊ ടു ഏർലി ഫോർ മീ, ലുക്ക് യു ഡോണ്ട് ഹാവ് എ ഫോൺ ആൻഡ് ഐ ഡിഡ്ന്റ് നോട്ട് യുവർ അഡ്രസ് ദ ലാസ്റ്റ് ടൈം ഐ വാസ് ഹിയർ. ഓക്കെ, ഇച്ചിരി നേരത്തെയാണ് എന്താണ് ഇപ്പം മീൻസ് ഉച്ചയ്ക്കൊന്നും എനിക്ക് വെള്ളം അടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് അപ്പോളജൈസ് ചെയ്യുക, ടു ഏർലി ഫോർ മീ. പിന്നെ എന്താണ് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് എനിക്ക് നിന്റെ അഡ്രസ്സ് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്നുള്ള രീതിയിൽ എന്നിട്ട് എന്താണ് അപ്പോളജൈസ് ചെയ്യുക പെട്ടെന്ന് അൺഅനൗൺസ്ഡ് ആയിട്ട് അവിടെ കയറി വന്നതിന്. the explanations and apologies. Back to your Englishness appointments, phone calls. You are welcome here anytime, Bob. അപ്പൊ എന്താണ് ബോബ് പറയുവാണ്, ഓക്കെ നിന്റെ ഈ അപ്പോയിന്റ്മെന്റ് നിന്റെ അപ്പോളജീസും എക്സ്പ്ലനേഷനും ഒക്കെ നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ ക്ഷമ അറിയുന്നത്. ബോബ് എന്താ കുറച്ചുകൂടെ ഇൻഫോർമൽ ടോണിലാണ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ ഫ്രണ്ട് എന്താ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടാ പറയുന്നത്. അപ്പം നീ എന്തിനാ ഈ അപ്പോയിന്റ്മെന്റ്സും ഫോൺ കോൾസും ഒക്കെ എടുക്കുന്നത്, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അപ്പോഴത്തേക്ക് എന്താണ് ബോബ് പറയുവാണ് സ്റ്റിൽ. എന്നിട്ട് പിന്നെ പിന്നെ കുറച്ചുകൂടെ കോൺവെർസേഷൻ ചെയ്ത് പോവാണ്. പിന്നെ ആൻഡ് ദാറ്റ്സ് മൈ ബ്രൈഡ്, മാരീഡ് 7 years now, പ്ലീസ് ടു മീറ്റ് യു മിസ്സസ് ധവാൻ. അപ്പം പിന്നെ എന്താണ് മിസ്റ്റർ ധവാൻ എന്താണ് സ്വന്തം ഭാര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതും കണ്ടോ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് മൈ ബ്രൈഡ്, ഓക്കെ മാരീഡ് 7 years now, ഓക്കെ അതാണ് എന്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 7 വർഷം. അത് ആ സംസാരിക്കുന്ന ടോൺ ഒക്കെ കണ്ടോ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ്. അപ്പം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബോബ് എന്താ പറയുന്നത്, പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ, പ്ലീസ് ടു മീറ്റ് യു എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ആരെങ്കിലും ഒരാളെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോ ഇപ്പം ഞാൻ വേറൊരാളെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താണ് പ്ലീസ് ടു മീറ്റ് യു എന്നാണ് എന്ന ഒരു എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു അല്ലെ പ്ലഷർ മീറ്റിംഗ് യു ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. These are not full sentences but phrases. Okay, I am pleased or glad to meet you. It is a pleasure meeting you would be the implied sentence. Okay, I am pleased to meet you അല്ലെ I am glad to meet you എന്നുള്ളതാണ് pleasure meeting you, glad meeting you എന്ന് പറയുന്നത്. ഇൻഫോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ ഹാഫ് സെന്റൻസസ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലീസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, I am pleased to meet you എന്നുള്ളതാണ്. I am എന്നുള്ള ഒരു വേർഡ് ഉണ്ട്, അതിവിടെ കംപ്ലീറ്റ് സെന്റൻസ് യൂസ് ചെയ്യുന്നതില്ല. ഇനി വരുന്നത് കണ്ടോ പിന്നെ ബോബ് പറയുവാണ്, വെൽ ഐ ആം ഇൻ എ ഹറി, ഐ ജസ്റ്റ് കെയിം ടു ആസ്ക് യു മിസ്സസ് ധവാൻ ആൻഡ് ഗൗത. The visitor signals that he wishes to live with the words, well I'm in a hurry. Okay, അപ്പം ഒത്തിരി കോൺവെർസേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്പീക്കറിന് വിസിറ്ററിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് വിസിറ്റർ പറയുന്നത് വെൽ ഐ ആം ഇൻ എ ഹറി. ഓക്കെ, ഞാൻ കുറച്ച് തിരക്കിലാണെന്നുള്ള ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, മിസ്സസ് ധവാൻ ആൻഡ് ഗൗത. അപ്പത്തേക്ക് എന്താണ് മിസ്സസ് ധവാൻ ആൻഡ് ഗൗത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ വീട്ടിലുള്ള ആള് പറയുവാണ്, മിസ്സസ് ധവാൻ എന്നല്ല സൊണാലി എന്നാണ് പേര്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്താണ് വന്ന കാര്യം ഇതാണ്, വിസിറ്റർ എന്തിനാണോ അവിടെ വന്നേക്കുന്നതെന്ന് ഉള്ള കാര്യം അവിടെ പേർപ്പസ് സ്റ്റേറ്റ് ചെയ്യുക. ഓൾ റൈറ്റ്,
I should be delighted if both of you and Gautam could come to my party next Saturday. Okay, അപ്പം ബോബ് എന്തിനാണ് ആ വീട്ടിൽ വന്നത്? ഓക്കെ, മിസ്റ്റർ ധവാനെ വിസിറ്റ് ചെയ്യാൻ വന്നത് എന്ന് പറയാണ്. ഓക്കെ, ഐ ഷുഡ് ബി ഡിലൈറ്റഡ്. അപ്പം ഇവിടെ എന്താണ് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. എന്റെ അടുത്ത സാറ്റർഡേ ഞാൻ നടത്തുന്ന പാർട്ടിയിലേക്ക് നിന്റെ ഫാമിലിനെയും ഗൗതമിനെയും വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ഉടനെ തന്നെ വീട്ടിലുള്ള ആള് പറയാണ്, ലൈക് മിസ്റ്റർ ധവാൻ പറയുവാണ്, ഐ ആം നോട്ട് സോ ഷുവർ അബൌട്ട് സൊണാലി. ഓക്കെ, ഉടനെ തന്നെ ആ ഇൻവിറ്റേഷൻ ഡിക്ലൈൻ ചെയ്യുന്ന പോലെ. ഓക്കെ, സൊണാലിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം എന്താണ്, സൊണാലിക്ക് അവളുടെ അസുഖമുള്ള ആന്റീനെ അന്ന് ഈവനിങ് ആണ് കാണേണ്ടത്, സാറ്റർഡേ കാണാൻ പോണ്ടത്. ആൻഡ് ഗൗതമും അലഹബാദിലാണ്, പക്ഷെ ഞാൻ വരാം. ഓക്കെ മിസ്റ്റർ ധവാൻ, അപ്പം അവിടെ എന്നാ ആ ഒരു ഇൻവിറ്റേഷൻ ഇപ്പം ബോബ് ഇൻവൈറ്റ് ചെയ്യും, പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പം എന്താ മിസ്റ്റർ ധവാൻ പറയാണ്, സൊണാലിയുടെയും ഗൗതമിന്റെയും കാര്യം എനിക്ക് ഉറപ്പില്ല. ഗൗതം അലഹബാദിലുമാണ്, സൊണാലിക്ക് ഇങ്ങനെ ആന്റീനെ കാണാൻ പോകണം, പക്ഷെ ഞാൻ എന്താണെങ്കിലും വരാം. ഓക്കെ, അപ്പം സൊണാലി അതിന് അപ്പോളജൈസ് ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തതിന് അപ്പോളജൈസ് ചെയ്യുവാണ്. ഐ എം സോറി, മൈ ഓൺ ഹാസ് നോട്ട് ബീൻ കീപ്പിംഗ് ടു വെൽ ലേറ്റ്ലി. ഓക്കെ, ആന്റിക്ക് കുറച്ച് നാളായിട്ട് വയ്യ, അതുകൊണ്ടാ സോറി എന്ന് പറയുക. ഓക്കെ, വാട്ട് എ പിറ്റി, ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് വെൽ സൂൺ. ഓക്കെ, അപ്പൊ ഉടനെ മീൻസ് വിസിറ്റർ പറയുവാണ്, ഓക്കെ ഓ എന്ത് സങ്കടകരമായ കാര്യമാണ്, ഞാൻ വിചാരിക്കുന്നു ആ ആന്റി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു കോൺവെർസേഷനിൽ കൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഒരു ഇൻവിറ്റേഷൻ എങ്ങനെയാണ് ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് കൊണ്ടുവരേണ്ടത്. ഓൾ റൈറ്റ്, ഐ ഷുഡ് ബി ഡിലൈറ്റഡ് എന്നുള്ള ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ടാണ് എന്താ ഒരു ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ബോബ് ബെറീനെ ആൻഡ് വൈഫിനെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഐ ഷുഡ് ബി ഡിലൈറ്റഡ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എക്സ്പ്രഷൻ എന്താ, ഇറ്റ് വുഡ് ബി ലവ്ലി എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് എന്ന് യൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടേക്കിംഗ് ലവ്, അതായത് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ബോബ് വെൽ ഐ ആം ഇൻ എ ഹറി എന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ആ ഒരു ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പില്ല എന്ന് പറയുന്നതിനാണ് ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് എന്ന് പറയുകയാണ്. അപ്പം എന്താണ്, ആ ഇൻവിറ്റേഷൻ ഡിക്ലൈൻ ചെയ്യാണ്, എനിക്ക് ഉറപ്പില്ല, മീൻസ് സൊണാലിയുടെയും ഗൗതമിന്റെയും കാര്യം ഉറപ്പില്ല, പക്ഷെ ഞാൻ വരാം. അപ്പം സൊണാലി എന്താ ചെയ്യുന്നത്, വരാത്തതിന് മീൻസ് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തതിന് അപ്പോളൈസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, here are some ways of leave taking. Notice the polite responses by the host. Okay, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പോകാനായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസും സെന്റൻസും ഒക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അപ്പൊ എന്താണ് ഈ ഇങ്ങനെ പറയുന്ന ആളുടെ പൊളൈറ്റ് റെസ്പോൺസസ് നോക്കണം. ഹി ഹാസൻ കം യെറ്റ്, ഐ തിങ്ക് ഐ ഷുഡ് ലിവ്. ഓക്കെ, അപ്പൊ അവൻ ഇതുവരെ വന്നില്ല, അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ പോണമെന്നാണ്. പിന്നെ ഡു സിറ്റ് ഫോർ എ ലിറ്റിൽ വൈൽ മോർ, യു ഹാവ് വെയിറ്റഡ് ഫോർ സോ ലോങ്, ഹി ഷുഡ് ബി ബാക്ക് എനി മിനിറ്റ്, ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. ഓക്കെ, കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോ, നീ ഇത്രയും നേരം ഇരുന്നതല്ലേ, ഇപ്പം എപ്പോ വേണമെങ്കിലും അവൻ തിരിച്ചു വരാം, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കണം. അപ്പം നോ താങ്ക്സ്. ഡിഡ് ഹി നോ യു വെയർ കമ്മിങ്. ഓക്കെ, അവൻ അറിയാവോ നീ വരുന്നുണ്ടെന്ന്. നോ, ഐ തോട്ട് ഐ വുഡ് ടേക്ക് എ ചാൻസ്, ഐ വിൽ ഗോ നൗ. ഓക്കെ, ഞാൻ ഓർത്തു ഞാൻ വന്ന് നോക്കാം, എങ്ങാനും ഉണ്ടെങ്കിൽ കാണാമെന്ന് ഓർത്തെ, പക്ഷെ ഞാനിപ്പോ എന്താണെങ്കിലും പോവാം. ഓക്കെ, ഓ ഐ വിൽ ടെൽ ഹിം യു കെയിം, വുഡ് യു ലൈക്ക് ടു റൈറ്റ് ഡൗൺ എ മെസ്സേജ്. ഓക്കെ, ഞാൻ എന്താണെങ്കിലും പറയാം, നീ വന്നു എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം, എന്തെങ്കിലും മെസ്സേജ് എഴുതി തരാനുണ്ടോ. നോ, ഐ വിൽ കോൾ ലേറ്റർ, താങ്ക്സ്, ഐ മസ്റ്റ് ലീവ് നൗ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്, യു ഹാവ് എ ലോങ് വേ ടു ഗോ. യെസ്, ഹോപ്പ് യു ഗെറ്റ് വെൽ സൂൺ, താങ്ക്സ് ഫോർ കമ്മിങ് ടു സീ മീ. അപ്പം എന്താണ് ഇടയ്ക്ക് വെച്ച് എവിടെയോ ആരെയോ കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ ആൾ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പോവാന്ന് അവിടെ ഉള്ള ആളെ അറിയിക്കാനായിട്ട് യൂസ് ചെയ്ത സെന്റൻസസ് ആണ് ഐ വിൽ ഗോ നൗ, ഞാനിപ്പോ പോകാം, ഐ വിൽ കോൾ ലേറ്റർ, താങ്ക്സ്, ഐ മസ്റ്റ് ലീവ് നൗ. ഓക്കെ, ഞാൻ എന്താണെങ്കിലും ഇപ്പൊ പോകണം, കാരണം എനിക്ക് ഒത്തിരി ദൂരം പോകണമല്ലോ, എനിക്ക് എന്നാണെങ്കിലും പോകണം. ഇതാണ് ഈ കോൺവെർസേഷന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാം. അപ്പൊ നമുക്ക് കുറച്ച് പൊളൈറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അപ്പം നമ്മള് എങ്ങനെയാണ് ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻവിറ്റേഷൻ ഡെക്ലൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് എങ്ങനെ കോൺവെർസേഷൻ നിർത്തി നമുക്ക് പോകാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ ടോക്ക് ആണ്. 1.5 സ്മോൾ ടോക്ക്.
ഈ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലോ അല്ലെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഒക്കേഷൻസിലോ ഒക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. അത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, പിന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കത്തില്ല, നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഈ സ്മോൾ ടോക്കിന് നമുക്ക് എന്തിനെ പറ്റിയൊക്കെ സംസാരിക്കാം എന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമുക്ക് വെതറിനെ പറ്റി സംസാരിക്കാം, പിന്നെ പേഴ്സണൽ മാറ്റേഴ്സിനെ പറ്റി സംസാരിക്കാം, പിന്നെ ഫുഡിനെ പറ്റി സംസാരിക്കാം, പിന്നെ എന്റർടൈൻമെന്റിനെ പറ്റി സംസാരിക്കാം. ഇതെന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്തെടുക്കാനൊന്നും അല്ല, കാഷ്വൽ ആയിട്ട് നമ്മൾ ഒരു സോഷ്യൽ ഒക്കേഷൻസിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വലിയ കോൺട്രവേഴ്സ്യൽ അല്ലാത്തതുമായ ടോപ്പിക് വെച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ, ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് വെതർ, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ്. അപ്പം ടോക്കിംഗ് അബൌട്ട് ദ വെതർ. അപ്പൊ വെതർ എന്ന് പറയുന്നത്, ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഈ വെതറിനെ പറ്റി, കാലാവസ്ഥയെ പറ്റി എല്ലാ മനുഷ്യർക്കും അറിവുണ്ടാകും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെതർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് വേണേ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്പീക്കർ, terribly hot, isn't it? Second speaker, the temperature has touched 42 degrees according to the weather report today. We are just in the middle of May, more than a month ago. അപ്പം സെക്കൻഡ് സ്പീക്കർ പറയാ, but the news report says the monsoon will be early this year. It has expected to hit the Kerala coast under the 28th of May. Hope that's true. Okay. അപ്പം ഈ ഒരു കോൺവെർസേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഫസ്റ്റ് സ്പീക്കർ സംസാരിക്കും, ഉടനെ തന്നെ അതിന്റെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് സ്പീക്കർ സംസാരിക്കും. അപ്പൊ എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ, നോട്ടീസ് ദാറ്റ് ദ ഷെയർഡ് ഇൻഫർമേഷൻ ഓഫ് ദ ടു ഇന്റർലോക്യൂട്ടേഴ്സ് മേക്ക് ഇറ്റ് ഈസി ഫോർ ദം ടു ടേക്ക് ദ ടേൺസ്. അപ്പം ഇന്റർലോക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന രണ്ട് പേരാണ്. അപ്പൊ ഇവരെന്താണ് ടേൺ എടുത്താണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ആൾ സംസാരിക്കും, ഉടനെ തന്നെ മറുപടി ആയിട്ട് അടുത്ത ആൾ സംസാരിക്കും, പിന്നെ ആദ്യത്തെ ആൾ സംസാരിക്കും, പിന്നെ അടുത്ത ആൾ സംസാരിക്കും, അങ്ങനെ. അപ്പം എന്താണ് ഒരു കോൺവെർസേഷൻ സ്മൂത്ത് ആയിട്ട് പോണെങ്കിൽ ടേൺ ടേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഫസ്റ്റ് സ്പീക്കർ എന്താണോ പറഞ്ഞത് എന്ന് കേട്ടിട്ട് അതിന് റെസ്പോൺസ് ആയിട്ടാണ് സെക്കൻഡ് സ്പീക്കർ സംസാരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇൻഫർമേഷനും കൂടെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പം എന്താണ് ഇത് ഇവിടെ ഭയങ്കര ചൂടല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ എന്താ പറയുന്നത്, ഉടനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. 42 ഡിഗ്രി ആയി ടെമ്പറേച്ചർ, ഇന്നത്തെ വെതർ റിപ്പോർട്ട് അനുസരിച്ച് 42 ഡിഗ്രിയാ. അപ്പം ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എന്താണ് ഒരു കോൺവെർസേഷൻ സ്മൂത്ത് ആയിട്ട് പോണെങ്കിൽ ടേൺ ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ സ്മോൾ ടോക്കിന്, വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ടോപ്പിക് അല്ലെ ഒരു എന്തെങ്കിലും ഒരു സോഷ്യൽ ഒക്കേഷനിൽ ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് വെതറിനെ പറ്റി സംസാരിക്കാം. കാരണം വെതർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. പിന്നെ എന്താണ് ആൾക്കാരെ പറ്റിയും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്താണ് ഒരു കോൺവെർസേഷൻസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷെ ഗോസിപ്പ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതൊരു ബാഡ് സെൻസിൽ പോകുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും പറയും നമുക്ക് മറ്റൊരാളെ പറ്റി സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഡൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം യൂഷ്വലി എന്താണ് രണ്ട് പേര് സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ കോൺവെർസേഷൻ ബിഗിൻ ചെയ്യുന്നത് എന്താണ് ഫാമിലി മെമ്പേഴ്സിനെ പറ്റി ചോദിച്ചായിരിക്കും. നമ്മളിപ്പം കുറെ നാൾ കൂടി ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോഴാണല്ലോ അവർ ചോദിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അല്ല എങ്കിൽ എന്താണ് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിൽ നമ്മൾ തന്നെ ആക്ടിവിറ്റീസ്, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, അല്ലെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്, അതിനെ പറ്റിയൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോഴും പേഴ്സണൽ മാറ്റേഴ്സ് വളരെ നല്ലതാ. മീൻസ് പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിക്കാൻ നല്ലതാ. പക്ഷെ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിക്കുന്നത് കുറച്ച് എംബാരസിംഗ് ആയിട്ട്, കുറച്ച് നാണക്കേടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, പേഴ്സണൽ മാറ്റേഴ്സ് രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബോണ്ട് കൂടുമെന്നാണ് പറയുന്നത്. അപ്പം സ്മോൾ ടോക്കിന് വേണ്ടി, അതായത് ചെറിയ സോഷ്യൽ ഒക്കേഷൻസിലൊക്കെ സംസാരിക്കാൻ പേഴ്സണൽ മാറ്റേഴ്സ് നല്ലതാണ്. പീപ്പിളിനെ പറ്റിയും അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര മീൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. യൂഷ്വലി പേഴ്സണൽ മാറ്റേഴ്സ് തുടങ്ങുന്നത് ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യുമായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ ആയിരിക്കും. അതേ സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഇപ്പൊ എന്ത് ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നൊക്കെ ആയിരിക്കും. പിന്നെ സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോഴും പേഴ്സണൽ മാറ്റേഴ്സ് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം
ഇവിടെ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷനും അവരുടെ ലൈഫിന്റെ വ്യൂവിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി വരുന്നത് ഫുഡ്. ഫുഡ് എന്ന് പറയുന്നത് മിക്കവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. അതെന്താണ്, ഇപ്പം ആ ഒരു സ്ഥലത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഈറ്റിംഗ് പ്ലേസ് റെസ്റ്റോറൻറ്റ്സിനെ പറ്റി ആയിരിക്കാം, അല്ലെ പുതിയതായിട്ട് വന്ന എന്തെങ്കിലും ഡിഷിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സീസണിലെ ഫ്രൂട്ട്സിനെ പറ്റി ആക്കാം. എന്ത് വെള്ള ഫുഡിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഫ്രൂട്ട്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു ടോപ്പിക് ആണ്, ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം എന്താണ്, ഒരാൾക്ക് ഫ്രൂട്ട് കൊടുക്കും, ഫ്രഷ് ഗുവാസ് ഫ്രം അവർ ഓർച്ചാർഡ്. അപ്പം ഫസ്റ്റ് സ്പീക്കർ സെക്കൻഡ് സ്പീക്കറിന് ഫ്രൂട്ട്സ്, അതായത് ഗുവാസ് പേരൊക്കെ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ആ സെക്കൻഡ് ആള് ഭയങ്കര നൊസ്റ്റാൾജിക് ആകും. പഴയ മെമ്മറീസിനെ പറ്റിയൊക്കെ ഈ ഒരു ഇത് ചോദിക്കുമ്പോഴത്തേക്ക് പഴയ മെമ്മറീസിലേക്കൊക്കെ പോകും. ഓക്കെ, പണ്ട് എങ്ങനെയാണ് ഗ്രാമത്തിൽ ഉണ്ടായിരുന്നപ്പം ഞങ്ങള് മരത്തിൽ കയറി പേരയ്ക്കൊക്കെ പറിച്ചു കഴിച്ചത്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി പറയുന്നു. അപ്പൊ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള ഒരു ഫുഡിനെ പറ്റിയുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ആള് ഈ പേരയ്ക്ക കൊടുക്കുമ്പോഴത്തേക്ക് താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തേനെ. പക്ഷെ ഈ സെക്കൻഡ് ആൾ എന്താ, നേരെ ഓരോ ഇൻഫർമേഷൻസ് അതിലേക്ക് ആഡ് ചെയ്ത് ടേൺ ടേക്ക് ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഈ കോൺവെർസേഷൻ പോയി. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. ഇപ്പൊ ഫുഡിനെ പറ്റി സ്മോൾ ടോക്കിൽ സംസാരിക്കാം. പിന്നെ വരുന്നതാണ് എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എന്ത് കാര്യത്തെ പറ്റി പറഞ്ഞാലും അത് എന്റർടൈൻമെന്റ് ആയിരിക്കും. അതായത് നമുക്ക് വേണേ മൂവീസിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു വില്ലേജിലുള്ള വെതറിനെ പറ്റിയോ ഫുഡിനെ പറ്റിയോ, അല്ലെ എന്തെങ്കിലും ഒരു ടൗണിനെ പറ്റിയോ സിറ്റിനെ പറ്റിയോ എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അതെല്ലാം എന്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതും എന്താണ്, കൂടുതൽ പല സ്ഥലത്തെ പറ്റി നമുക്ക് അറിയാനും, ഇപ്പം ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് കേൾക്കുന്ന ആൾക്കൊക്കെ അവിടുത്തെ കാര്യത്തെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് മാച്ചസ് ഓൾസോ പ്രൊവൈഡ് ഫുഡ് ഫോർ കോൺവെർസേഷൻ. പിന്നെ എന്താണ്, സ്പോർട്സിനെ പറ്റി സംസാരിക്കുന്നത്, എന്റർടൈൻമെന്റ് വരുമ്പോൾ സ്പോർട്സ് ഉണ്ടല്ലോ, സ്പോർട്സിനെ പറ്റി സംസാരിക്കുന്നത് എന്താണ്, ആൾക്കാർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ ഇൻട്രസ്റ്റ് കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഏതോ ഒരു ഗെയിമിനെ പറ്റിയാണ്. മാച്ച് ഹാസ് ഗോട്ട് ഇൻട്രസ്റ്റിംഗ്, വാട്ട് റബിഷ്, വി നീഡ് 12 runs in the last over. Don't be stupid, we have got our best batsman at the crease, but you can't trust the other, he's a bowler. Daniel won't need to do much, Sridhar will hit a 4 or a 6. That's downright silly, he never plays well under pressure. Hooray, here is the 6, we will win this match. അപ്പം ഇതെന്ന് പറയുന്നത് ക്രിക്കറ്റിനെ പറ്റി എയും ബിയും സംസാരിക്കുന്നതാണ്. അപ്പം ഈ ഒരു കോൺവെർസേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ഇൻഫോർമൽ കോൺവെർസേഷനിൽ പോലും എന്താ പൊളൈറ്റ് ടോൺ ഒന്നും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ എക്സ്പ്രഷൻസ് ലൈക്ക് ഡോണ്ട് ബി സ്റ്റുപ്പിഡ്, ദാറ്റ്സ് ഡൗൺ റൈറ്റ് സില്ലി സ്റ്റുപ്പിഡ് എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് റൂഡ് ആയിട്ടുള്ള മീനിങ് അല്ല. അത് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ കോൺവെർസേഷൻസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ എടാ എടി എന്നൊക്കെ പറഞ്ഞല്ലേ ഭയങ്കര കാഷ്വൽ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡോണ്ട് ബി സ്റ്റുപ്പിഡ്, ദാറ്റ്സ് ഡൗൺ റൈറ്റ് സില്ലി എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ യൂണിറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ കണ്ടു ഗ്രീറ്റിംഗ്സ്, എങ്ങനെ പല ആൾക്കാരെ കാണുമ്പോൾ പല രീതിയിലുള്ള ഗ്രീറ്റിംഗ്സ് കണ്ടു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹലോ ആയിരുന്നു. അപ്പൊ ഫ്രണ്ട്സിനെ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഫോം ഓഫ് ഗ്രീറ്റിംഗ് ആണ് ഹലോ. ഹലോയ്ക്ക് തന്നെ ആ സംസാരിക്കുന്ന ആളുമായിട്ടുള്ള ഒരു ഇന്റിമസി വെച്ചിട്ട് വേരിയേഷൻ വരാം, ടോണിൽ വേരിയേഷൻ വരാം. പിന്നെ നമ്മൾ ഇൻഫോർമൽ സ്പീച്ചിൽ എപ്പോഴും ഹാഫ് സെന്റൻസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഹാഫ് സെന്റൻസസും ഫ്രേസസും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൗ ആർ യു എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഗ്രീറ്റിംഗ് ആണ്. പിന്നെ ഹൗ ഡു യു ഡു എന്നുള്ളത് ഒരു ഗ്രീറ്റിംഗ് ആണ്. ഹായ് എന്നുള്ളതും ഒരു ഗ്രീറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ എന്താണ്, എങ്ങനെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ചില കോൺവെർസേഷൻസ് കണ്ടു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു കൊടുത്തേക്കുന്ന ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കൊടുത്തിട്ടില്ല, അതും കൂടെ നോക്കാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഒരു ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഡിക്ലൈൻ ചെയ്യേണ്ടത്, പിന്നെ ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് നിർത്തി എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ സ്മോൾ ടോക്കിനെ പറ്റി പഠിച്ചു. അപ്പം സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ഒക്കേഷൻസിൽ അല്ലെ സോഷ്യൽ ഗ്യാതറിംഗിൽ നമുക്ക് എന്താ ഇമ്പോർട്ടന്റ് അല്ലാത്ത ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതാണ്. അപ്പം കോമൺ ആയിട്ട് നമുക്ക് എന്താ വെതറിനെ പറ്റി സംസാരിക്കാം, പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിക്കാം, ഫുഡ് സംസാരിക്കാം, എന്റർടൈൻമെന്റ് സംസാരിക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട എന്താണ്, ഇൻഫോർമൽ സ്പീച്ചിൽ നമ്മൾ എന്താ
സ്റ്റുപ്പിഡ് സില്ലി എന്നുള്ള വേർഡ്സ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് ഇരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റൂഡായിട്ടല്ല ആ ഒരു മീനിങ് അവിടെ കൺവേ ചെയ്യുന്നത്. അതെന്താ കാഷ്വൽ കോൺവെർസേഷൻ ആയതുകൊണ്ടാണ് അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയുള്ള ഈ ഒരു യൂണിറ്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. സിമ്പിൾ ടോപ്പിക് ആണ്, ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.